ആർത്താറ്റൻ മണ്ണിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ഈ ഒരു ആത്മീയ പരിസര ബോധം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, കേവലം 1/2 കിലോമീറ്റർ പരിധിയിൽ 7 ദേവാലയങ്ങളാണ് ഇവിടെ ഉള്ളത്. എന്താണ് ഈ മണ്ണിന്റെ പ്രാധാന്യമെന്ന് ചരിത്രപരമായി ഞാൻ ഇപ്പോൾ വിലയിരുത്തുന്നില്ല. എന്നെ കേൾക്കുന്ന പലർക്കും അത് ബോധ്യമായിരിക്കും. ഒരു മഹാപരിശുദ്ധന്റെ ദിവ്യ സാന്നിധ്യം ഈ മണ്ണിനോട് സഹവസിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. നാം ഭാരതത്തിന്റെ അപ്പോസ്തലൻ എന്നൊക്കെ വിളിക്കുന്നു. സാർവലൗകിക സഭയിൽ 12 അപ്പോസ്തലന്മാരിൽ ഉന്നത സ്ഥാനം വഹിക്കുന്ന അപ്പോസ്തലന്മാർ. അതുകൊണ്ട് ഈ ദേവാലയത്തിൽ കടന്നു വരിക എന്നുള്ളത് എനിക്ക് ഹൃദ്യമാണ്. അതിലുപരി ഒരു ആത്മീയ അനുഭവം കൂടെയാണ്. ഇന്ന് ക്രിസ്മസിന്റെ ആചരണം എന്ന നിലയിൽ ക്രിസ്മസുമായി ബന്ധപ്പെടുത്തി ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഏഴേക്കാലായി സമയം, പരമാവധി ഒരു 30 മിനിറ്റ്. പൗരസ്ത്യ സഭകളിൽ ഈ കഴിഞ്ഞ ഞായറാഴ്ച, അതായത് ഇന്നലെ, പ്രത്യേകമായിട്ട് അനുസ്മരിച്ചത് 2 സ്ത്രീകളുടെ പരസ്പരമുള്ള കൂടിക്കാഴ്ചയാണ്. ഇവിടെ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കൃത്യമായി പരിശോധിച്ചിട്ടില്ല. കന്യക മറിയാം എലിസബത്തിന്റെ ഭവനത്തിലേക്ക് ചെല്ലുന്ന സംഭവമാണ്. അത് വേദപുസ്തകത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം നിങ്ങൾ വായിച്ചു കാണും, കേട്ടുക. ആദ്യം അത് തന്നെ പറയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം ക്രിസ്മസിന് വളരെ മുമ്പ് തന്നെയാണ് നാം ഇങ്ങനെ ഒരു മീറ്റിംഗ് കൂടുന്നത്. അതിനോട് ചേർന്ന് ഞാൻ ഇക്കാര്യം ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ അനുദിന ജീവിതത്തിൽ പ്രത്യാശയുടെ ഒരു സന്ദേശം അത് തരുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. എന്താണ് ഈ 2 മഹതികളുടെ സമ്മേളനം നമുക്ക് തരുന്ന പ്രത്യാശ? വ്യത്യസ്ത ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കേണ്ടതിന്റെ ഫലമായി ചിലതെല്ലാം ലഭിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. അത് പുറമെ പറഞ്ഞില്ലെങ്കിലും നമ്മുടെ ഉള്ളിൽ ഞാൻ ദൈവത്തെ വിളിക്കുന്നത് കൊണ്ട് എൻ്റെ ജീവിതം സുഖകരമായി മുന്നോട്ട് പോകണം, അതിനുള്ള സാധ്യതകൾ അവിടെ നിന്ന് ഉണ്ടാക്കണം എന്നുള്ള ഒരു പ്രാർത്ഥന നമ്മിൽ ഉയരും. ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരുടെ മനസ്സിലും ആ ഒരു പ്രാർത്ഥന ഉണ്ടാകും. ഇവിടെ 2 സ്ത്രീ രത്നങ്ങൾ നമുക്കൊരു സാധന പാഠം തരുന്നുണ്ട്. എന്താണ് അത്? ഒരാൾ വളരെ ചെറിയ പ്രായം, ഏതാണ്ട് 14 വയസ്സൊക്കെ പ്രായമുള്ള ഒരു ബാലിക. അവളോടാണ് ദൈവദൂതൻ വന്ന് പറയുന്നത്, നിനക്കൊരു അനുഗ്രഹം തരികയാണ്. സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ചിന്ത, കാലത്തിന് മുമ്പ് തന്നെ അനുഗ്രഹം ദൈവം കൊടുക്കുന്നു, അല്പം കൂടെ കഴിഞ്ഞ് മതിയായിരുന്നു എന്നുള്ളത് തോന്നാം. ഇച്ചിരി കൂടെ പ്രായവും പക്വതയും ഒക്കെയുള്ള ഒരമ്മ, അതല്ലേ ദൈവം ആഗ്രഹിക്കേണ്ടത്. പക്ഷേ നമ്മുടെ മനോഹരത്തിനനുസരിച്ചല്ല ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ. നമ്മുടെ ചില ആഗ്രഹങ്ങൾ ചിലപ്പോൾ നാം ആഗ്രഹിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം നമുക്ക് നൽകിയെന്നിരിക്കും. അതിനുള്ള ഉദാഹരണമാണ് കന്യക മറിയം. 2ാമത്തെ ആളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എലിസബത്ത് സ്നാപകന്റെ അമ്മയാണ്, സ്നാപക യോഹന്നാന്റെ അമ്മയാണ്. നാം സ്വാഭാവികമായി ചിന്തിക്കും, അല്പം വൈകിപ്പോയി, ദൈവം അല്പം കൂടെ നേരത്തെ ഈ അനുഗ്രഹം അവർക്ക് കൊടുത്തിരുന്നെങ്കിൽ
വാർദ്ധക്യത്തിലാണ് ഒരു കുഞ്ഞിനെ ദൈവം കൊടുക്കുന്നത്. ഒരു കുഞ്ഞിനെ വളർത്തിയുണ്ടാക്കുക, ഗർഭം ധരിച്ച് വളർത്തിയുണ്ടാക്കുക എന്ന് പറയുന്നതിന്റെ പ്രയാസങ്ങളൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആരോഗ്യമുള്ളവർക്ക് തന്നെ അതിന് സഹായികൾ നിരവധി ആവശ്യമുണ്ട്. പക്ഷേ വാർദ്ധക്യത്തിൽ ഗർഭിണിയായ എലിശുബായ്ക്ക് എന്തുമാത്രം പ്രതിസന്ധികളാണ് ഈ നിയോഗം ഏറ്റുവാങ്ങുമ്പോൾ. സമയം കഴിഞ്ഞുപോയി, ദൈവമേ നീ പ്രവർത്തിക്കേണ്ട സമയത്ത് പ്രവർത്തിച്ചില്ലല്ലോ എന്ന് നമ്മുടെ ജീവിതാനുഭവങ്ങളെ ആസ്പദമാക്കി നാം ചിന്തിക്കുന്നുണ്ടെങ്കിൽ എലിശുബ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരണം. കാലം കഴിഞ്ഞു എന്ന് നമുക്ക് തോന്നിയാലും ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള സമയമുണ്ട്. ആ സമയത്താണ് അവൻ പ്രവർത്തിക്കുക. നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ യോഗ്യമെങ്കിൽ, ദൈവിക പദ്ധതിയുടെ ഭാഗമെങ്കിൽ, കാലം കഴിഞ്ഞുപോയി അസാധ്യമെന്ന് നാം ചിന്തിച്ചാൽ പോലും ഇനി ഒന്നും നടക്കാൻ സാധ്യതയില്ല എന്ന് നമ്മുടെ മനസ്സ് പറഞ്ഞാലും ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയും എന്നുള്ളതാണ് പ്രത്യാശയും പ്രതീക്ഷയും. അതുകൊണ്ടാണ് ഈ രണ്ടു പേരെ ഞാൻ ഉദാഹരിച്ചുകൊണ്ട് ക്രിസ്മസ് നേരത്തെ വന്നു എന്ന് ചിന്തിക്കേണ്ട. കാരണം ദൈവത്തിന്റെ പദ്ധതിയിൽ എല്ലാറ്റിനും ഒരു കൃത്യ സമയമുണ്ട്. അപ്പോസ്തലൻ പൗലോസ് അതിനെ ഉദാഹരിക്കുവാനായിട്ട് ഗ്രീക്ക് ഭാഷയിൽ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അത് പ്ലിറോമ എന്നാണ്. പ്ലിറോമ, ദ ഫുൾനെസ് ഓഫ് ടൈം, കാല സമ്പൂർണതയിൽ. എന്താണ് ഫുൾനെസ് ഓഫ് ടൈം? ആ വാക്ക് അപ്പോസ്തലൻ ഉപയോഗിക്കുമ്പോൾ പുതുതായി കണ്ടുപിടിച്ചൊരു വാക്കല്ല. റോമൻ നീതി ശാസ്ത്രത്തിൽ ഒരു കോടതിയിലേക്ക് ഒരു ജഡ്ജി കടന്നു വരുന്നതിന്റെ ഒരു സമയമുണ്ട്. ആ സമയം അളക്കുവാനായിട്ട് മണൽ നിറച്ച ഒരു പാത്രം, അന്നത്തെ ഒരു ക്ലോക്കാണ്. നിങ്ങൾ ന്യായാധിപന്മാരെ കുറിച്ച് ചിത്രീകരിക്കുമ്പോൾ ഈ ക്ലോക്ക് കണ്ടു കാണും. ഒരു പാത്രത്തിന്റെ മുകളിൽ മണലുണ്ടാകും, അടിഭാഗം കാലിയായിരിക്കും. ഈ പാത്രം അങ്ങ് കമഴ്ത്തി വെച്ചാൽ അതിനിടയിലൂടെയുള്ള ചെറിയ ഒരു ഹോളിലൂടെ, ഒരു ട്യൂബിലൂടെ മണൽ അതിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ വീണ് തുടങ്ങും. കൗണ്ട് ഡൗൺ തുടങ്ങുകയാണ്. അങ്ങനെ മണൽ വീണ് ഒടുവിൽ അവസാനത്തെ മണൽത്തരിയും മുകളിലെ പാത്രത്തിൽ നിന്ന് താഴെയുള്ള പാത്രത്തിലേക്ക് വീഴുന്ന നിമിഷം വാതിൽ തുറക്കും, ന്യായാധിപൻ പ്രവേശിക്കും. ഒരു നിമിഷം പോലും വൈകാതെ. അതാണ് കൃത്യത. ഈ വാക്കാണ് പ്ലിറോമ എന്നുള്ളത് സൂചിപ്പിക്കുന്നത്. അപ്പോസ്തലൻ ക്രിസ്തുവിന്റെ സമാഗമത്തെ കുറിച്ച് വരവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഈ വാക്കുപയോഗിച്ചാണ്. കാലസമ്പൂർണത, കൃത്യസമയത്ത്. അതിനർത്ഥം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്ന സമയം നാം ചിന്തിക്കുന്ന സമയമല്ല. നേരത്തെ അനുഗ്രഹം ലഭിച്ചു എന്ന് ചിന്തിക്കുന്നതോ നേരെ വൈകിപ്പോയി എന്ന് ചിന്തിക്കുന്നതോ അല്ല. ദൈവത്തിന്റെ ക്ലോക്കിൽ നമുക്ക് അനുഗ്രഹം നൽകാനായി ഒരു സമയം വെച്ചിട്ടുണ്ട്. ആ കൃത്യസമയത്ത് അത് സംഭവിച്ചിരിക്കും. ഈ ഒരു ധൈര്യവും പ്രത്യാശയും നമ്മുടെ മനസ്സിൽ നിറയട്ടെ എന്ന് ഞാൻ ആമുഖമായിട്ട് പ്രത്യാശിക്കുകയാണ്. ക്രിസ്മസിന്റെ ചിന്തയിലേക്ക് വരുമ്പോൾ എനിക്ക് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയണമെന്നുണ്ട്. സമയത്തിന്റെ പരിമിതി എന്നെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. എങ്കിലും ഞാൻ പെട്ടെന്ന് പറയാം. ക്രിസ്മസ് അടുത്ത് വരുമ്പോൾ നിങ്ങൾ നക്ഷത്രങ്ങൾ തൂക്കിയത് കാണും. ഒരു പള്ളിയുടെ മുമ്പിൽ ഒരു നക്ഷത്രം തൂക്കിയാൽ അതിനർത്ഥം എന്താണ്? വിദ്വാൻമാർ യേശുവിനെ അന്വേഷിച്ച് നക്ഷത്രത്തെ അനുധാവനം ചെയ്തപ്പോൾ ദൈവ സാന്നിധ്യത്തിൽ വന്നു എത്തി. അവരുടെ വഴി തെറ്റാതെ ആ നക്ഷത്രത്തെ നോക്കി നടന്നപ്പോൾ ക്രിസ്തു ജനിച്ച കുടിലിന്റെ മുകളിൽ, അല്ലെങ്കിൽ ക്രിസ്തു അപ്പോൾ എവിടെയാണോ ആ കുടിലിന്റെ മുകളിൽ നക്ഷത്രം വന്നു നിന്നു. ആ സൂചനയിൽ നാം ഭവനങ്ങളിലും പള്ളികളിലുമൊക്കെ നക്ഷത്രം തൂക്കാറുണ്ട്. പക്ഷെ ഞാൻ ഒരു കാഴ്ച സ്ഥിരം കാണുന്നുണ്ട്. ചില ബാറുകളുടെ മുമ്പിൽ നക്ഷത്രം തൂക്കുന്നുണ്ട്. നമ്മൾ തൂക്കുന്ന പോലെയുള്ള 50 രൂപയുടെ 500 രൂപയുടെ നക്ഷത്രമൊന്നുമല്ല. അതിമനോഹരമായ കോസ്റ്റ്ലി ആയിട്ടുള്ള നക്ഷത്രങ്ങള് ബാറുകളെ അലങ്കരിക്കാനായിട്ട് ക്രിസ്മസ് ആവുമ്പോഴേ ഇപ്പോഴത് നമുക്ക് കാണാൻ സാധിക്കും. എന്ത് സന്ദേശമാണ് ആ നക്ഷത്രം വരുന്നത്?
ആ നക്ഷത്രത്തെ നോക്കി നടന്ന് അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരെ കാണാൻ പറ്റും? ഇതൊരു പാരഡോക്സ് ആണ്. അതുപോലെ ഞാൻ ഒരു വാർത്ത വായിച്ചു പത്രത്തിൽ. ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് ഉള്ള എല്ലാ ഒരുക്കങ്ങളും സർക്കാർ പൂർത്തിയാക്കി. എന്ത് മനോഹരമായ വാർത്ത! ഓണവും മറ്റും ആഘോഷിക്കാറുണ്ട് സർക്കാർ. അതുപോലെ നമ്മുടെ ക്രിസ്മസും ആഘോഷിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കി. ഹെഡിങ് അങ്ങനെയാണ്: ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ സർക്കാർ പൂർത്തിയാക്കി. വായിച്ചപ്പോഴാണ് മനസ്സിലായത്, നല്ല മദ്യം ആളുകൾക്ക് കിട്ടാവുന്ന വിധത്തിൽ സംഭരിച്ചു വെച്ചിരിക്കുകയാണ്. ഈ വാറ്റുചാരായം ഒന്നും കുടിച്ച് ആളുകൾ ഇനി പ്രശ്നങ്ങളിലേക്ക് പോകരുത്, മറ്റു സ്ഥലങ്ങളിൽ നിന്ന് സ്പിരിറ്റൊക്കെ ഇറക്കുമതി ചെയ്ത് ആളുകളുടെ കാഴ്ച പോകരുത്. ഇതൊക്കെ ഒരു സർക്കാരിന്റെ വേവലാതിയാണ്. സർക്കാർ ഏതാണെന്ന് ഞാൻ പറയുന്നില്ല, കുറച്ച് മുമ്പ് വായിച്ച വാർത്തയാണ്. അപ്പോൾ ഒരിക്കൽ പൂർത്തിയാക്കി എന്ന് പറയുന്നത് മദ്യം സുലഭമായി ലഭിക്കാവുന്ന വിധത്തിൽ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന്. ഇതാണ് ക്രിസ്മസ് ആഘോഷം എന്ന് പറഞ്ഞ് പലരും തെറ്റിദ്ധരിക്കുന്നത്. നോക്കൂ, അർത്ഥരഹിതമായ ആഘോഷങ്ങളുടെ അപകടകരമായ ഒരു അനുഭവമാണ് ഞാൻ ഈ രണ്ട് ചെറിയ ഉദാഹരണത്തിലൂടെ നിങ്ങളോട് പറഞ്ഞത്. ഇത് കേൾക്കുമ്പോൾ വിചാരിക്കും, നമ്മളൊക്കെ വളരെ നീറ്റാണ്, നമ്മുടെ ഭാഗത്ത് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല, അതൊക്കെ മറ്റു പലരും അങ്ങനെയുള്ളവരുണ്ടായിരിക്കും. നമ്മൾ വളരെ ക്ലിയർ ആകുന്നു. ഓർക്കുക, ഈ സമൂഹത്തിന് ക്രിസ്മസിനെ കുറിച്ച് തെറ്റായ സന്ദേശം കൊടുത്തത് നമ്മൾ തന്നെയാണ്, ക്രൈസ്തവര് തന്നെയാണ്. ഇതാണ് ക്രിസ്മസ് എന്ന് തെറ്റിദ്ധരിപ്പിക്കത്തക്ക വിധത്തിൽ നാം നമ്മുടെ ജീവിതം കൊണ്ട് അവർക്ക് കാണിച്ചു കൊടുത്തത് മാതൃകാരഹിതമായ അനുഭവമായിരുന്നു. അതുകൊണ്ട് അവർക്കെല്ലാം തിരുത്തൽ വേണ്ടത് നമുക്കാണ്. ഇതല്ല ക്രിസ്മസ് എന്ന് പറയാനുള്ള, കാണിച്ചു കൊടുക്കാനുള്ള ആർജവം ക്രൈസ്തവൻ എന്ന് നേടും. ഇനി ക്രിസ്മസ് കഴിയുമ്പോൾ അവാർഡ് കിട്ടിയത് ഏത് കടയ്ക്കാണെന്നുള്ളത് പത്രങ്ങളിൽ വാർത്ത വരും. ഏറ്റവും കൂടുതൽ മദ്യം, ഏറ്റവും കൂടുതൽ തുകയ്ക്ക് വിറ്റത് ഏത് ഔട്ട്ലെറ്റിലാണെന്നുള്ളത്. മിക്കവാറും ക്രിസ്ത്യാനികൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിലെ ഷോപ്പുകൾക്കായിരിക്കും ആ അവാർഡ് കിട്ടുക. ഇതെന്ത് സന്ദേശമാണ് ലോകത്തിന് നൽകുന്നത്? എങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാം. പണ്ട് ക്രൈസ്തവന്റേത് മാത്രമായിരുന്നു ക്രിസ്മസ് എങ്കിൽ ഇന്ന് നാനാജാതി മതസ്ഥരും ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ട്. അത് ഈ ബഹുസ്വരതയിൽ വ്യത്യസ്ത മതവിഭാഗങ്ങളും മതരഹിതരും വസിക്കുന്ന ഒരു സാഹചര്യത്തിൽ ക്രിസ്മസ് എല്ലാവരും ഏറ്റെടുക്കുന്നു എന്നുള്ളത് ശ്ലാഘനീയമാണ്. പക്ഷേ അവർ ഏറ്റെടുക്കുന്നു എന്ന് പറയുന്ന ക്രിസ്മസ് എന്താണ്? വെറും ആഘോഷങ്ങൾ മാത്രം. ക്രിസ്മസിന്റെ ബാഹ്യമായ രൂപങ്ങളാണ് അവർക്ക് കണ്ടു പരിചയം. അല്ലാതെ ക്രൈസ്തവന്റെ ക്രിസ്മസിന്റെ പ്രാധാന്യമോ അതിൽ അന്തർലീനമായിരിക്കുന്ന ആത്മീയ ദർശനമോ അനുഭവമോ ഇന്ന് മാതൃകയായി കാട്ടിക്കൊടുക്കാൻ നമുക്കാവുന്നില്ല. ആ ഒരു പ്രശ്നം നിലനിൽക്കുമ്പോൾ തന്നെ സർവമതസ്ഥരും മതരഹിതരും ക്രിസ്മസ് ആചരിക്കുന്നു എന്നുള്ള സന്തോഷം കൂടെ നമുക്ക് തൽക്കാലം അങ്ങനെ ചാരിതാർത്ഥ്യമടയാനേ ഉള്ളൂ. അതുകൊണ്ട് ഓർക്കുക, ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യക്തിപരമായി എനിക്ക് ക്രിസ്മസ് തരുന്ന സന്ദേശം എന്താണ്? രണ്ട് തലങ്ങളിൽ നിന്ന് വേണം അത് ചിന്തിക്കുവാനായിട്ട്. രണ്ടോ അതിലധികമോ തലങ്ങൾ അതിനുണ്ട്. ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന രൂപമുണ്ടല്ലോ, ഇറ്റ് ഈസ് ബോഡി, കാണുന്ന രൂപം. അത് മാത്രമല്ല മനുഷ്യനുള്ളത്, അവന് മനസ്സുണ്ട്, മൈൻഡ്. ബോഡിയുണ്ട്,
മൈൻഡ് എന്ന് പറയുന്ന ഒരു മനസ്സുണ്ട്, പിന്നെ ആത്മാവുമുണ്ട്. ഈ ഒരു ട്രിക്കോട്ടമി എന്ന് പറയുന്നത്, ട്രിക്കോട്ടമി 3 ഭാവങ്ങളാണ്. ഇതുപോലെ എല്ലാ ആഘോഷങ്ങൾക്കും ബാഹ്യമായി കാണുന്ന ഒരു ബോഡിയുണ്ട്. അത് മാത്രമാണ് മറ്റുള്ളവർക്ക് കാണാൻ കഴിയുക. ക്രിസ്മസ് നൽകുന്ന സന്ദേശത്തിലെ ഈ ബാഹ്യരൂപങ്ങൾ മാത്രമാണ് അന്യർക്ക് ദർശിക്കാൻ കഴിയുക. എന്നാൽ അതിനുള്ളിൽ അന്തർലീനമായിരിക്കുന്ന ചില ആത്മീയ അനുഭവങ്ങളുണ്ട്, കൗതാശികമായ ഭാവങ്ങളുണ്ട്. അത് ഗ്രഹിക്കുവാൻ അന്യർക്ക് കഴിയണമെന്നില്ല. അത് ദർശിക്കുവാൻ നമുക്കാകണം. ക്രിസ്മസിന്റെ ആത്മീയ തലം എന്താണെന്നുള്ളത്, അതിന്റെ കൗതാശിക തലം എന്താണെന്നുള്ളത്. ഈ ബാഹ്യരൂപം മാത്രമല്ല മക്കളെ ക്രിസ്മസ്. കേക്ക് മുറിക്കുന്നതും ട്രീ അലങ്കരിക്കുന്നതും നക്ഷത്രം തൂക്കുന്നതും ചൈനയിലുള്ള ആളുകൾക്ക് ജോലി കൊടുക്കുന്നതും ഒന്നുമല്ല ക്രിസ്മസ് എന്ന് പറയുന്നത്. അതിലൊക്കെ ഉപരിയായ ഒരു ആത്മീയത ക്രിസ്മസിനുണ്ട്. അവിടെയാണ് ക്രിസ്മസ് നമുക്ക് നൽകുന്ന ചില സാധന പാഠങ്ങൾ. ഞാൻ വീണ്ടും എൻ്റെ ചിന്തകളെ പരിമിതപ്പെടുത്തുകയാണ്, പെട്ടെന്ന് പറയാം. ഒന്നാമത്തെ സാധന പാഠം ഇതാണ്: സംപ്രാപ്യത. സംപ്രാപ്യത എന്ന് പറഞ്ഞാൽ അടുത്ത് വരാനുള്ള ഒരു ആക്സസിബിലിറ്റി. ആക്സസ് എന്ന് പറയും. ഒരാളുടെ അടുത്തേക്ക് പോകണമെങ്കിൽ ഒരു ആക്സസ് വേണം. ചില ആളുകളുടെ ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് പോയി ചോദിക്കാൻ തോന്നില്ല. അപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു വഴി ചോദിക്കണം. അപ്പൊ 5 ആൾക്കാർ ഇരിപ്പുണ്ട്, ആരോടെ ചോദിക്കാം. കാണുമ്പോൾ തന്നെ നമുക്കൊരു റാപ്പോ ഫീൽ ചെയ്യണം. അവിടെ ചോദിച്ചാൽ മറുപടി കിട്ടും. ചിലരുടെ ഇരിപ്പ് കണ്ടാൽ നമുക്ക് ചോദിക്കാൻ തോന്നില്ല. വഴി തെറ്റിയാലും വേണ്ടില്ല, ആരോട് ചോദിക്കണമെന്ന് വിചാരിക്കും. ഇതാണ് ആക്സസ് എന്ന് പറയുന്നത്. ക്രിസ്തുവിങ്കലേക്ക് കടന്നു വരുവാനുള്ള ആക്സസ്, ഇതിനെയാണ് ഞാൻ സംപ്രാപ്യത എന്ന് പറയുന്നത്. ആർക്കൊക്കെ കടന്നു വരാം? ഒരു നിയമസഭ കൂടുകയാണെങ്കിൽ അത് കാണാനായിട്ട് അവസരമുണ്ട്, ഗാലറിയിൽ ഇരുന്നാൽ മതി. പക്ഷേ സ്പീക്കറുടെ ചേമ്പറിൽ പോയിരിക്കാൻ നമുക്കാവുമോ? റെസ്ട്രിക്ഷൻസ് ഉണ്ട്, പരിമിതികളുണ്ട്. നമുക്ക് എല്ലാവർക്കും കടന്നു ചെല്ലാൻ പറ്റുന്ന ഒരു സ്ഥലം ഏതാണ്? അവിടെയാണ് ക്രിസ്തു ജന്മം കൊണ്ടത്. ആട്ടിടയന്മാരെ പോലെ ഒട്ടും വിദ്യാഭ്യാസം നേടാൻ കഴിയാത്ത ഏറ്റവും അധസ്ഥിതരായ ആളുകൾക്കും കടന്നു ചെല്ലാം. ഇവിടേക്ക്, പുൽക്കൂട്ടിലേക്ക്. കിഴക്കിടന്ന് വന്ന വിദ്വാൻമാരായ രാജാക്കന്മാർക്ക് കടന്നു ചെല്ലാം. എവിടേക്ക്? പുൽക്കൂട്ടിലേക്ക്. ഇതാണ് ആക്സസ്. ഞാൻ ചിന്തിച്ചപ്പോൾ പുൽക്കൂട് ഒഴികെ വേറെ ഇത്രയും സംപ്രാപ്യതയുള്ള ഒരു സ്ഥലം വേറെ ഇല്ല. ഒരു വീടിന്റെ ഒരു മുറിയിലാണെങ്കിൽ അവിടേക്ക് കടക്കാൻ ചില പരിധികളുണ്ടായിരിക്കും, ചില നിയന്ത്രണങ്ങളുണ്ടായിരിക്കും. നമുക്കറിയാവുന്ന എല്ലാ മുറിയിലേക്കും കടക്കാൻ എല്ലാവർക്കും അനുവാദമില്ല. എന്നാൽ പുൽക്കൂട്ടിലേക്ക് പ്രവേശിക്കുവാനായി, പുൽത്തൊഴുത്തിലേക്ക് പ്രവേശിക്കുവാനായി എനിക്കും കഴിയും, നിങ്ങൾക്കും കഴിയും, ആർക്കും കഴിയും. എത്ര കണ്ട് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരും ഒട്ടും വിദ്യാഭ്യാസമില്ലാത്തവനും, ദരിദ്രനായ മനുഷ്യനും ബില്യനേഴ്സായ കോടാനുകോടീശ്വരന്മാർക്കും അവിടേക്ക് കടന്നു ചെല്ലാം. ഒരു നിയന്ത്രണമില്ല, ആർക്കും ചെല്ലാം. ഈ ഒരു ഭാവം ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുമ്പോൾ അതാണ് ക്രിസ്മസ്. ഞാനൊരു സംഭവം ഓർക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ ഒരു ഓഫീസിൽ, വലിയ ഓഫീസറൊന്നുമല്ല, എന്നാൽ ഒരു കുഞ്ഞു ഓഫീസർ, സ്വന്തമായ ഒരു മുറിയുണ്ട് ഓഫീസിൽ. അതിൽ നല്ല കറങ്ങുന്ന കസാരയുണ്ട്, മേശ മുന്നിലുണ്ട്, അതിന്റെ മുകളിൽ ചില്ലും തുണിയൊക്കെ എല്ലാവർക്കും ഒരു ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടേക്കാണ് കടക്കാനായിട്ട് എല്ലാവർക്കും കടക്കാവുന്നേ ഉള്ളൂ. കാരണം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നിയമിതനായ ഉദ്യോഗസ്ഥനാണ്. പക്ഷെ ഈ മനുഷ്യന്റെ ഭാവം കണ്ടാൽ അങ്ങോട്ട് കടക്കാൻ തോന്നില്ല. അപ്പൊ ഒരു പാവപ്പെട്ട മനുഷ്യൻ ഒരു കയ്യിൽ എന്തോ സാധനങ്ങളൊക്കെ ഉണ്ട്. ആ ഓഫീസറുടെ റൂമിന്റെ മുന്നിൽ നിന്നിട്ട്
അടുത്തൊന്ന് കടന്നോട്ടെ എന്നുള്ള ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. ഇയാൾക്കത് ഇഷ്ടമായില്ല. ഇങ്ങനെയുള്ളവരൊക്കെ എന്നെ എന്തിനു വന്ന് കാണണം എന്നുള്ള ഭാവമായിരിക്കണം. നമുക്ക് അറിഞ്ഞൂടെ ഭാവം എന്താണെന്ന്. ഏതായാലും ഈ മനുഷ്യൻ പറഞ്ഞത് ആ ഓഫീസറെ കാണാനായിട്ട് 15 മിനിറ്റ് പുറത്ത് അങ്ങനെ നിന്നു. ആരും ഓഫീസിലില്ല. കടന്നു വരുമെന്ന് പറഞ്ഞാൽ ചെല്ലേണ്ട പ്രശ്നമേ ഉള്ളൂ. പക്ഷേ ഈ മനുഷ്യനെ അവിടെ നിർത്തുകയാണ് വാതിൽ. ഇത് മാത്രമല്ല, ഞാൻ ഏതോ വലിയ പുള്ളിയാണെന്ന് കാണിക്കാൻ വേണ്ടി കസാരയിൽ കാല് കയറ്റി വെച്ച് അങ്ങനെ ഇരുന്നിട്ട് ഫോൺ എടുത്ത് വിളിക്കുകയാണ്. ഒരാളെ വിളിച്ചു, അത് കഴിഞ്ഞ് വെച്ചു. രണ്ടാമത്തെ ആളെ വിളിച്ചു, അത് കഴിഞ്ഞ് വെച്ചു. സംസാരം കേട്ടപ്പോൾ മനസ്സിലായി മന്ത്രിയെയോ മറ്റൊക്കെ വിളിക്കുന്നത്, വലിയ വലിയ ആളുകളെ വിളിക്കുന്നത്. ഈ മനുഷ്യൻ അവിടെ കാത്തു നിന്നു. ഒടുവിൽ ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഫോൺ വെച്ചിട്ട് പറഞ്ഞു, ഇത്രേ ഉള്ളൂ. ഈ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ടെലിഫോൺ എക്സ്ചേഞ്ചിൽ നിന്ന് വന്നതാണ്. സാറിന്റെ ഫോൺ കേടി വന്നിരിക്കുകയാണ്, അത് നന്നാക്കാൻ വന്നതാണ്. ആ ഫോണിന്റെ വയർ ഊരിട്ടിരിക്കുകയാണ്. അത് എന്തോ ഇന്നലെ വന്നിട്ട് ഷോപ്പുണ്ട്, കേടി വന്നതാണ്, അത് ഊരിട്ടിരിക്കുന്നത്. ഇയാള് ടെക്നീഷ്യനാണ്. അയാൾക്ക് അറിയാമല്ലോ ഈ ഫോണിൽ മന്ത്രിയെ വിളിച്ചതും കളക്ടറെ വിളിച്ചതൊക്കെ വെറുതെയാണെന്നുള്ളത്. ഈ മനുഷ്യന്റെ മുമ്പിലാണ് ഈ ഓഫീസർ ഒരു ഭാവം കാണിച്ചത്. ഓർക്കുക, സംപ്രാപ്യത എന്നുള്ള ദർശനം നാം ഉൾക്കൊള്ളുക. നമ്മുടെ ഭാവം കാണിക്കാൻ ശ്രമിച്ചാൽ ഇത് പക്ഷേ ഇതുപോലെ നാം പരിഹാസ്യരായിട്ട് തീർന്നിരിക്കും. നമുക്കൊന്നും ഭാവിക്കാനൊന്നുമില്ല. 100 രൂപ ഭിക്ഷ കിട്ടിയ ഭിക്ഷക്കാരനും 10 രൂപ കിട്ടിയ ഭിക്ഷക്കാരനും എനിക്ക് 100 രൂപ കിട്ടിയ ഭിക്ഷക്കാരനാന്ന് പറഞ്ഞ് അഭിമാനിക്കാൻ പറ്റത്തുള്ളൂ. 2 ഭിക്ഷക്കാരനും. ഇതുപോലെ ദൈവത്തിൽ നിന്ന് വ്യത്യസ്ത ദാനങ്ങൾ പ്രാപിച്ച എനിക്ക് എന്റെ കഴിവുകൊണ്ടല്ലാതെ ലഭിച്ചതൊക്കെ ദാനമായി കിട്ടിയതാണ്. അതിൽ വലുപ്പ ചെറുപ്പങ്ങൾ ഉണ്ടായിരിക്കും. അല്ലാതെ ഒരു ആളെക്കാൾ കേവലമാണ് മറ്റൊരാളെന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. നാം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതല്ലാതെ എന്തുകൊണ്ട് നമുക്ക്. അതുകൊണ്ട് ഓർക്കുക, കുഞ്ഞുങ്ങൾക്കായാലും അധസ്ഥിതർക്കായാലും ജോലിക്കാർക്കായാലും കൂലിക്കാർക്കായാലും നമ്മെ അപരിചയപ്പെടാക്കണം. നമ്മുടെ ഭാവം കാണിക്കാൻ ഇടയാകരുത്. ഇതാണ് ക്രിസ്മസ് നൽകുന്ന സംപ്രാപ്യതയുടെ സന്ദേശം. ആർക്കും കടന്നു വരാവുന്ന ആ ക്രിസ്തുവിന്റെ ഭാവമുണ്ടല്ലോ, അത് ആർജിക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ച് ആശംസിക്കുകയാണ്. ക്രിസ്മസ് തരുന്ന മറ്റൊരു സന്ദേശം കൂടെ പറഞ്ഞ് അവസാനിക്കും. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സംഭവിച്ച ഒരു കാര്യം അത് ഇന്ന് പ്രസക്തിയുണ്ടോ? ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അത്ര കണ്ട് പുരോഗതി പ്രാപിച്ച ഒരു അത്യന്താധുനിക കാലഘട്ടത്തിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? ഇവിടെയാണ് ക്രിസ്മസ് ഇന്നും സംഗതമാണെന്ന് പറയേണ്ടി വരിക. കാരണം ക്രിസ്മസ് നമുക്ക് തരുന്ന ലളിതമായ ചില ചിന്തകളുണ്ട്. ഒന്ന്, ജനങ്ങളുടെ ഉപയോഗത്തിന് വേണ്ടി സംവിധാനം ചെയ്ത സത്രം, അതിന്റെ മുൻപിൽ ഗർഭിണിയായ ഒരു സ്ത്രീയും യൗസേപ്പും നിന്ന് മുട്ടിക്കൊണ്ടിരിക്കുന്നു. അടഞ്ഞ വാതിൽ, സത്രത്തിന്റെ വാതിൽ. എന്തിനാണ് ഒരു വാതിൽ വെക്കുന്നത്? ഒരു മുറിക്കായാലും ഒരു ഓഫീസിനായാലും ഒരു റെസ്റ്റ് ഹൗസിനായാലും ഒരു പള്ളിക്കായാലും വാതിൽ വെക്കുന്ന എന്തിനാണ്? ആളുകൾക്ക് കടക്കാനാണ്. ആളുകൾക്ക് കടക്കാനുള്ള അവസരമില്ലെങ്കിൽ ആ വാതിൽ മാറി അവിടെ ഒരു ചുമര് പണിയുന്നതാണ് നല്ലത്. അപ്പോൾ ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുവാൻ വേണ്ടി സംവിധാനം ചെയ്ത വാതിൽ ക്രിസ്തുവിന് നേരെ അടയ്ക്കപ്പെട്ട് കിടക്കുകയാണ്. ഈ ഒരു സാഹചര്യവും സാധ്യതയും ഇന്നും നിലനിൽക്കുന്നുണ്ടെങ്കിൽ ക്രിസ്മസ് ഇന്നും സംഗതമാണ്. അതായത് അടയ്ക്കപ്പെട്ട വാതിലുകൾ ഇന്നും സമൂഹത്തിൽ നിലനിൽക്കുകയാണ്. ജനങ്ങൾക്ക് പ്രവേശിക്കാനുള്ള, ജനങ്ങൾക്ക് വേണ്ടി സംവിധാനം ചെയ്ത പലതും
ഇന്ന് ജനങ്ങൾക്ക് ലഭിക്കുന്നില്ല. ജനങ്ങളുടെ മുമ്പാകെ കൊട്ടിയടയ്ക്കപ്പെടുന്ന വാതിലുകൾ ഉണ്ടാകുന്നിടത്തോളം കാലം ക്രിസ്മസ് നമ്മെ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കും. ഈ ക്രിസ്മസ് അടയ്ക്കപ്പെട്ട വാതിലുകൾ സർവ്വലോകത്തിനും വേണ്ടി തുറക്കുവാൻ വേണ്ടി കടന്നു വന്നവരാണ് ക്രിസ്തു. അതുകൊണ്ട് ഒരു ക്രിസ്തുവിന്റെ ജനനം ഇന്നും ആവശ്യമുണ്ട്. എത്ര കണ്ട് മനുഷ്യൻ പുരോഗതി പ്രാപിച്ചാലും ആവശ്യക്കാരുടെ മുൻപിൽ അടയ്ക്കപ്പെട്ട വാതിലുകൾ നിലനിൽക്കുന്നിടത്തോളം കാലം ക്രിസ്മസിന് സാങ്കത്യമുണ്ട്. ഓർക്കുക. അതുപോലെ തന്നെയാണ് ആ കാലഘട്ടത്തിൽ യഹൂദന്മാർ അടിമകളാണ്. അവരെ അടിമകളാക്കി വെച്ചവർ എന്ന് പറയുന്നത് സംഘടിത ശക്തിയുള്ള ആളുകളായിരുന്നു. ആയുധബലം കൊണ്ടും അധികാരം കൊണ്ടും ആർക്കും കീഴ്പ്പെടുത്താൻ പറ്റാത്ത അജയ്യരായിരുന്നു ഈ ആളുകളെ അടിമത്വത്തിൽ ആക്കി വെച്ചത്. ആ കാലഘട്ടത്തിൽ റോമ സർക്കാരാണ് അത് ചെയ്തത്. അതിനു മുൻപ് ഗ്രീക്കുകാർ, അലക്സാണ്ടറിന്റെ കാലഘട്ടം, അതിനു മുൻപ് പേർഷ്യക്കാർ, അതിനു മുൻപ് ബാബിലോണിയക്കാർ, ഇവരൊക്കെ ഈ യഹൂദന്മാരെ അടിമകളാക്കി വെച്ചിരിക്കുക. സ്വാതന്ത്ര്യമില്ല. പലസ്തീൻ അവരുടെ കാരുണ്യത്തിന്റെ മുൻപിലാണ് കഴിഞ്ഞിരുന്നത്. അപ്പോൾ യഹൂദന്മാർക്ക് മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു, എന്തെങ്കിലും ഒരു വിമോചനം ഉണ്ടാകില്ലേ. സ്വാതന്ത്ര്യം ലഭിക്കുന്ന ഒരു നിമിഷം ഉണ്ടാകുകയില്ലേ ഞങ്ങൾക്ക്? അവരുടെ പ്രാർത്ഥനകളൊക്കെ നാം വായിക്കുമ്പോൾ അറിയാം, വൈദേശികാധിപത്യത്തിന്റെ കീഴിൽ അടിമത്വം അനുഭവിച്ചിരുന്ന ജനത ഈ അടിമത്വത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുവാനായി ഒരാൾ വരും. അതാണ് വിമോചകൻ. വിമോചകനെ കൊതിച്ചിരുന്ന ഒരു തലമുറയ്ക്ക് ഒരു വിമോചകന് ലഭിച്ചതിന്റെ സന്തോഷമാണ് ക്രിസ്മസ്. ഇപ്പോ നമുക്ക് എല്ലാവർക്കും അസ്വാതന്ത്ര്യമുണ്ടോ? അടിമത്വമുണ്ടോ? നാം സ്വതന്ത്രരല്ലേ? പിന്നെ ക്രിസ്മസിന് എന്ത് പ്രസക്തിയാണെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക, നാം പലതിന്റെയും അടിമകളാണ്. ആളുകൾ എങ്ങനെ ചിന്തിക്കണമെന്ന് പോലും തീരുമാനിക്കുന്നത് അവരവരല്ല, മറ്റ് പല സ്വാധീനങ്ങളുമാണ്. പല പരസ്യങ്ങളും എന്നെ ബാധിക്കില്ല എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ആ ചിന്ത എപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുവോ അപ്പോൾ ആ പരസ്യം നിങ്ങളെ സ്വാധീനിച്ചു കഴിഞ്ഞു. ഞാൻ ഉദാഹരണം പറയാം. നല്ല പഴുത്ത മാങ്ങ നിങ്ങൾ കണ്ടിട്ടില്ല? നല്ല പഴുത്ത മാങ്ങ, ഒരു മഞ്ഞ കളറൊക്കെ ആയിട്ട് നിങ്ങൾ കണ്ടു കാണും ഇല്ലേ? ആ മാങ്ങ, പഴുത്ത മാങ്ങയുണ്ടല്ലോ, അതിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കാതിരിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? പഴുത്ത മാങ്ങ എന്ന് മനസ്സിലേക്ക് വരാതിരിക്കാൻ പറ്റും? എളുപ്പമല്ല. എപ്പോഴെങ്കിലും അത് നമ്മുടെ മനസ്സിലേക്ക് കയറി വരും. എത്ര കണ്ട് നമ്മൾ അത് അങ്ങനെ ഒരു ചിന്ത തന്നെ മനസ്സിലേക്ക് കയറ്റില്ല എന്ന് വിചാരിച്ചാലും പഴുത്ത മാങ്ങ നമ്മുടെ മനസ്സിലേക്ക് കയറി വരും. ഇതുപോലെയാണ് നമ്മെ മാനസികമായി അടിമകളാക്കുന്നത്. പണ്ടൊരു പരസ്യം ഉണ്ടായിരുന്നു, വ്യായാമം നിങ്ങൾക്ക് ജിമ്മിൽ പോയാൽ മതി, പക്ഷെ മുഖ വ്യായാമത്തിന് നിങ്ങൾ എന്ത് ചെയ്യും? പണ്ടത്തെ പരസ്യം, മുഖ വ്യായാമത്തിന് നിങ്ങൾ എന്ത് ചെയ്യും? അത് കേൾക്കുമ്പോൾ ആളുകളുടെ വിചാരം ദൈവമേ, ഞാനിപ്പോൾ ഒത്തിരി വ്യായാമമൊക്കെ ചെയ്യുന്ന ഈ മുഖ വ്യായാമത്തിന് ഞാൻ എന്താ ചെയ്യും? അതൊരു വളരെ അത്യാവശ്യ കാര്യം പോലെ അവതരിപ്പിക്കും. എന്താണ്? ഒരു മിഠായിയുടെ പരസ്യമാണ്, റിലീസ് സ്പിയർ പിൻകം എന്ന് പറഞ്ഞിട്ട്. ബബിൾഗം പോലെ ബബിൾഗം തിന്നിട്ട് ഇങ്ങനെ കടിച്ചു കഴിക്കുന്ന മുഖവ്യായാമമാണ്. ഈ റബ്ബർ വാങ്ങിയിട്ട് ചവയ്ക്കുക എന്ന് പറഞ്ഞാൽ ആർക്കും വേണ്ട, പക്ഷെ മുഖവ്യായാമത്തിന് എന്ന് പറയുമ്പോൾ നമ്മളത് വാങ്ങി. ഇങ്ങനെ എന്തൊക്കെ സാധനങ്ങളാണ് ഇന്ന് അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. ശമ്പളം കിട്ടിയ തികയാത്ത രീതിയിൽ നമുക്ക് അത്യാവശ്യമാണ് തോന്നിക്കുന്ന വിധത്തിൽ നിരവധി സാധനങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തേണ്ടതുണ്ട്. നോക്കൂ, നാം പരസ്യങ്ങളുടെ അടിമകളാണ്. ചിലർ ലഹരിക്ക് അടിമകളാണ്, ചിലർ അധികാര ഗർഭിന്റെ അടിമകളാണ്, ചിലർ രോഗങ്ങളുടെ മാറാരോഗങ്ങളുടെ അടിമകളാണ്, ചിലർ മാനസിക സമ്മർദ്ദത്തിന്റെ അടിമകളാണ്. ഇതൊന്നുമില്ലെങ്കിൽ
നാം ആഗ്രഹിക്കുന്ന ഒരു കാര്യം തുറന്നു പറയാൻ കഴിയാത്ത അത്രമാത്രം നാം അടിമത്വത്തിലാണ്. ഉള്ളില് ബോധമുണ്ട്, പറഞ്ഞാൽ പ്രശ്നമാണ്. നിങ്ങളുടെ അഭിപ്രായം തുറന്നു പറയാൻ പോലും ഭയപ്പെടേണ്ട വിധത്തിൽ പലരും നമ്മെ അടിമകളാക്കി വെച്ചിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ ഒരു വിമോചകനെ നമുക്കും വേണ്ടേ? ഇതാണ് ക്രിസ്മസിന്റെ എനിക്ക് പറയാനുള്ളതിന്റെ അവസാന ഭാഗം എന്ന് പറയുന്നത്. മോചനം കാക്ഷിക്കുന്ന ഒരു ജനതയുള്ളിടത്തോളം കാലം, ഞാൻ ഈ പറഞ്ഞതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണല്ലോ. രാഷ്ട്രീയമായ അടിമത്വം അനുഭവിക്കുന്ന ആളുകളുണ്ട്, കായികമായി അടിമത്വം അനുഭവിക്കുന്ന പൗരന്മാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. ഇങ്ങനെ എല്ലാ നിലയ്ക്കും ഉണ്ടായിരുന്നതിനേക്കാൾ ഉപരിയായ സ്വാതന്ത്ര്യമില്ലായ്മയുടെ അടിമത്വം അനുഭവിക്കുന്ന ജനത നിലനിൽക്കുന്നിടത്തോളം കാലം ക്രിസ്മസ് സംഗതമാണ്. ഞാൻ ഉപസംഹരിക്കട്ടെ. അടയ്ക്കപ്പെട്ട വാതിലുകളുള്ളിടത്തോളം കാലം ക്രിസ്മസ് ആചരിക്കേണ്ടി വരും. അത് പ്രത്യാശയുടെ നാളമാണ്. നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടുന്ന വാതിലുകൾ അത് ദൈവത്തിന്റെ പദ്ധതികളാണ്. അതുകൊണ്ട് ക്രിസ്തു ഇങ്ങനെ പറയും, മുട്ടുവിൻ തുറക്കപ്പെടും, മുട്ടുവിൻ തുറക്കപ്പെടും. ദൈവസന്നിധിയിൽ നമ്മുടെ ആവശ്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നാം ഹൃദയഭേദകമായി മുട്ടുമെങ്കിൽ തീർച്ചയായും കന്യകമറിയാമിനെ പോലെ ഒരുപക്ഷെ നേരത്തെ തന്നെ നമുക്ക് അനുഗ്രഹങ്ങളെ തന്നിരിക്കും. ചിലപ്പോൾ എലിസബത്തിനെ പോലെ ഒന്നും നടക്കില്ല എന്ന് ചിന്തിക്കുന്ന അസാധ്യമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ദൈവം വാതിൽ തുറന്നു വരും. ഈ പ്രത്യാശ നമ്മെ കൈപ്പറ്റി. ഈ 25 ക്രിസ്മസ് ഈ ആചരണത്തിന്റെ ഭാഗമായിട്ട് എന്നെ കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, പ്രത്യാശ കൈവിടരുത്. ഒരു നാൾ ദൈവം പ്രവർത്തിക്കുന്ന നിമിഷമുണ്ട്. നിന്റെ ജീവിതത്തിലെ അസാധ്യ കാര്യങ്ങളെ കുറിച്ച് നീ ആകുലപ്പെട്ട് കഴിയുന്നുണ്ടെങ്കിൽ പല ആവശ്യങ്ങളായിരിക്കും, കുഞ്ഞുങ്ങൾക്കുള്ള ആവശ്യങ്ങളായിരിക്കില്ല, വലിയവർ ഏത് തന്നെയായാലും നിന്റെ ജീവിതത്തിന് അത് പ്രയോജനമാണെന്ന് ദൈവം തീരുമാനിക്കുന്ന നിമിഷം തുറക്കും ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ വാതിൽ. ഈ അനുഗ്രഹത്തിന്റെ വാതിൽ നമ്മുടെ നേരെ തുറക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഈ ക്രിസ്മസ് ആചരിക്കുവാൻ നമുക്ക് കഴിയുമെങ്കിൽ നാം നിരാശ മാറി പ്രത്യാശയുള്ളവരായിത്തീരും. പ്രത്യാശയെ വിമോചനത്തിന്റെ ഒരു അനുഗ്രഹകരമായ ക്രിസ്മസ് മംഗളങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും നേർന്നുകൊണ്ട് ആ പ്രത്യാശ തുടർന്നുള്ള വർഷങ്ങളിലും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഇടവകയ്ക്കും കടന്നു വന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹം പകർന്നു തന്നുകൊണ്ട് എന്നെ ശ്രദ്ധിച്ച നിങ്ങളോടുള്ള സ്നേഹം പോലെ തന്നെ എനിക്ക് അവസരം തന്ന പ്രിയപ്പെട്ട അച്ഛന്മാരോടുള്ള എൻ്റെ കൃതജ്ഞത അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവത്തെ എല്ലാവരെയും